എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ എണ്ണയും കൂടെ ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. എണ്ണയും ഉപ്പും കൂടെ മൈദയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ച് കഴിയുമ്പോഴേക്ക് ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിനി ഒരു 10 മിനിറ്റിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇവിടെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് സവോള, ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, ഇത്രയും സാധനങ്ങളാണ്. കുറച്ച് ചിക്കൻ, കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ പച്ചക്കറികളും ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. സവോള ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുക്കായെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. സവോള ഇവിടെ ഒരുവിധം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പൊടികളെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികളുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അതുകൊണ്ട് വളരെ കുറച്ച് പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. എരിവിന് വേണ്ടിയിട്ട് ഇവിടെ ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കളറിന് വേണ്ടിയിട്ട് കുറച്ച് എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കൊരു മണം കിട്ടും. ആ സമയത്ത് ഇതിലേക്ക് ബീൻസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ബീൻസ് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഓരോ പച്ചക്കറികളും അതിൻ്റെ വേവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. കൂടുതൽ വേവുള്ളത് ആദ്യം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ഒന്ന് റെഡിയായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. റെഡിയാവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. ഇതും കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈവനിങ് സ്നാക്കിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയമായപ്പോഴേക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ റെഡി ആയിട്ടുണ്ട്. ഇതിനി ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. 1.5 കപ്പ് മൈദ ഇവിടെ 6 ബോളുകളായിട്ട് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അധികം വലിപ്പമില്ലാതെ 3 എണ്ണം ഇവിടെ പരത്തിയെടുക്കുന്നുണ്ട്. 3 എണ്ണം പരത്തിയതിന് ശേഷം ഇത് മുകളിൽ വെച്ചിതൊന്ന് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണം. ഇവിടെ പരത്തിയെടുത്തതിന് മുകളിലായിട്ട് കുറേശ്ശെ മൈദ ഇട്ടതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരേ വണ്ണത്തിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വേർപെടുത്തിയെടുക്കണം. അതിനുശേഷം ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള അറ്റമുള്ളൊരു പാത്രം കൊണ്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് വേണം മുറിച്ചെടുക്കാൻ. 3 എണ്ണം ഒന്നിച്ച് വെച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ശേഷം ഓരോന്നിനും അകത്തായിട്ട് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം.
അതിനുശേഷം ഇതിൻ്റെ അരികെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അതിനുശേഷവും രണ്ടറ്റവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം. അറ്റമൊക്കെ യോജിപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം വേണം യോജിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് തുറന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ഒട്ടും എണ്ണ കുടിക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്നാക്സ് എല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം സ്നാക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഗോൾഡൻ കളർ ആകുമ്പോൾ ഇത് വറുത്ത് കോരിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.